ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരെല്ലാവരും ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇപ്പൊ 3 പേരും ഇവിടെ എന്താ നടക്കുന്നേ എന്നുള്ള രീതിയിൽ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ലിയോ ഇവരുടെ കൈയങ്ങട് തട്ടിവിടും. കൂടെ തന്നെ അവളുടെ ബാഗും നിലത്തേക്ക് വീഴും. രണ്ടുപേരും ലിയോനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഷായാണെങ്കിലോ നീ ഓക്കെ ആണോ എന്നും കൂടി ചോദിക്കും. ബോയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല. അവൾ ഓക്കെയാണ്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു എന്ന് പറയും. നിങ്ങൾ രണ്ടും കൂടി സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇവളുടെ സംസാര രീതി കണ്ടിട്ട് നിങ്ങൾ അത്രക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്ന് പറയും. അപ്പൊ തന്നെ ബോയ്ക്ക് ദേഷ്യം കയറും. നിനക്ക് നിന്റെ കാര്യം അന്വേഷിച്ചാ പോരെ, എന്തിനാ ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ആ, ഇത് തന്നെയാണ് എനിക്കും നിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്. നിനക്ക് നിന്റെ കാര്യം അന്വേഷിച്ചിട്ട് പോയാ പോരെ, എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലിയോന്റെ അടുത്ത് നിനക്ക് ഇവന്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കാനായിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഏയ്, എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഷായ്ക്ക് ഹാപ്പി ആകും. കേട്ടല്ലോ, അവൾക്ക് നിന്റെ അടുത്ത് സംസാരിക്കാനൊന്നുമില്ല, നീ നിന്റെ കാര്യം അന്വേഷിച്ച് പോന്ന് പറയും. ബോയ്ക്കാണെങ്കിൽ ഇത് കേട്ട് ടെൻഷനായിട്ട് ഷായിനെ രൂക്ഷമായിട്ടൊക്കെ നോക്കും. ലിയോ ആ ടൈമിന് എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് നടക്കും. അപ്പൊ തന്നെ ഷായും എന്റെ പേര് ഷായ് എന്നിങ്ങനെ പറയും. ഓക്കെ ഷാ, ഞാൻ എന്നാ പോയിട്ട് വരാന്നും പറഞ്ഞ് ലിയോ ബായും പറഞ്ഞ് മുന്നോട്ട് നടന്നു പോകും. ഉടനെ തന്നെ ഷാ ബോയിനെ നോക്കും. ഇവിടെ നടന്നതില് എനിക്കൊരു പങ്കും ഇല്ലാന്ന് പറയും. നീയേ ആവശ്യമില്ലാണ്ട് എന്റെ കാര്യത്തില് ഇടപെടുവാണ്, അതിന്റെ ആവശ്യമൊന്നും നിനക്കില്ലാന്ന് ബോയും ഭയങ്കര ദേഷ്യത്തിൽ പറയും. എനിക്കെന്തോ ആവശ്യം ഉള്ളതുപോലെയാ തോന്നിയത്. എന്തായാലും ശരി, ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഷാ കൂളായിട്ട് അവിടെ നിന്ന് നടന്നു പോകും. ആ ടൈമിനാണ് ലിയോന്റെ പെർഫ്യൂം നിലത്ത് കിടക്കുന്നത് ബോയ് കാണുന്നത്. അങ്ങനെ തന്നെ അതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. ആ ടൈമിന് ലിയോനെ കാണിക്കാണ്. ലിയോനെ ഫോളോ ചെയ്ത് ഇപ്പോ ആരോ അവിടെ പുറകെ വരുന്നുണ്ട്. ലിയോനാണെങ്കിലോ വല്ലാണ്ട് പേടിയാകും. അങ്ങനെ തന്നെ ഓടി ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലും. പുറത്ത് തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട്. മിസ്റ്റർ നാം, എന്നെ ആരോ ഫോളോ ചെയ്ത് വരുന്നുണ്ട്, പേടിച്ചാരണ്ടാണ് ഞാൻ വന്നത്, ഞാൻ പോവാണ്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേന്നും പറഞ്ഞിട്ട് ഓടി മുകളിലേക്ക് ചെല്ലും. ആ ടൈമിനാണ് നാമിന്റെ സൗണ്ട് പുള്ളിക്കാരി കേൾക്കുന്നത്. ഇതെന്താണെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഇവളുടെ മുൻപിലായിട്ട് ഷാ നിൽക്കുന്നുണ്ട്. നീ എന്താ ഇവിടെ? നീ എന്നെ ഫോളോ ചെയ്ത് വന്നതാണല്ലേ, മര്യാദക്ക് നീ ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞാനിപ്പോ തന്നെ പോലീസിന് കോൾ ചെയ്യുമെന്ന് പറയും. ഹലോ ഹലോ നിൽക്ക്, ഞാനും ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഡോറിന്റെ കീ കാണിച്ചു കൊടുക്കും. ആക്ച്വലി ഇവളുടെ അടുത്ത റൂമിലാണ് ഷായും താമസിക്കുന്നത്. അപ്പോ നീ ഇവിടെ തന്നെയാണല്ലേ താമസിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അതേന്ന് പറഞ്ഞിട്ട് ഷായും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകും. ആക്ച്വലി ലിയോന്റെ അമ്മ അടുത്ത വീട്ടിലെ പയ്യനെ പറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ആ കാര്യം ലിയോ ഓർത്തെടുക്കും. അപ്പോ അമ്മ അന്ന് പറഞ്ഞത് ഷായിനെ പറ്റിയാണല്ലേ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരി അകത്തേക്ക് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഇവളെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു കമന്റ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിയോ ഫേക്ക് ആണ്, ഫെയ്യാണ് നാച്ചുറൽ ബ്യൂട്ടി, റപ്പായിട്ടിരിക്കാൻ ഏറ്റവും യോഗ്യത ഫെയ്യാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഒക്കെ കാണും. ഇത് കണ്ട് വല്ലാണ്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഇവളുടെ പാരന്റ്സ് വീഡിയോ കോൾ ചെയ്യും. സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യം അവരെ അറിയിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഹാപ്പി ആയിട്ടൊക്കെ തന്നെ പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കും. പാരന്റ്സിനും ഒരുപാട് സന്തോഷമൊക്കെ ആകും. ആ ടൈമിനെ പെട്ടെന്ന് ഷാ അടുത്തേക്ക് വരും. നീ ഇത്രക്ക് ഹാപ്പി ആയിരുന്നോ? എന്നിട്ട് ഇന്നലെ നൈറ്റ് നീ അപ്സെറ്റ് ആയിട്ടാണല്ലോ ഞാൻ കണ്ടത്, അതിനെന്തായിരുന്നു റീസൺ എന്നിങ്ങനെ ചോദിക്കും. നീ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ഞങ്ങൾ സംസാരിക്കുന്നതെല്ലാം നീ കേട്ടോ എന്നിങ്ങനെ ചോദിക്കും. ഇവൻ പറയുന്നതെല്ലാം പാരന്റ്സും കേൾക്കുവാണല്ലോ, അവരും ചെറിയ രീതിക്ക് അപ്സെറ്റ് ആകും. നൈറ്റ് ഇവള് സങ്കടപ്പെട്ടിരുന്നു, അതെന്താ റീസൺ എന്നും പറഞ്ഞിട്ട് ഇവന്റെ സൗണ്ട് കേട്ടിട്ട് ഷാ സ്വീറ്റി നീ അവിടെ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇവനാണെങ്കിൽ സ്വീറ്റിന്നോ, ആയ് അച്ഛ അമ്മ എന്നും പറഞ്ഞിട്ട് രണ്ടുപേർക്കും ഒരു ഹായ് ഒക്കെ കൊടുക്കും. ഇത് കേൾക്കുമ്പോ ലിയോനൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛാ അമ്മന്നോ, ഇതൊക്കെ എപ്പോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറൊന്നുമല്ല, നിന്റെ പാരന്റ്സ് തന്നെയാണ് എന്റെ അടുത്ത് അച്ഛാ അമ്മ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞെന്ന് പറയും. അപ്പൊ തന്നെ അച്ഛൻ അതൊക്കെ വിട്, അല്ല ഇന്നലെ നൈറ്റ് ഇവളെന്താ അപ്സെറ്റ് ആയിട്ടിരുന്നത്, എന്താ റീസൺ എന്നിങ്ങനെ ചോദിക്കും. അതോ അങ്കിൾ, വേറൊന്നും അല്ല, ഇവള് പ്ലാസ്റ്റിക് സർജറി ചെയ്ത കാര്യം അവിടെ ഫ്രണ്ട്സ് എല്ലാം അറിഞ്ഞു, അതിനെ പറ്റിയായിരുന്നു ഇന്നലെ മുഴുവൻ സംസാരവും, അതിന്റെ സങ്കടത്തിലായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലിയോന് ഇഷ്ടപ്പെടില്ല. അല്ല, എന്റെ പാരന്റ്സിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് നിനക്ക് ആരാണ് അധികാരം തന്നേന്ന് ചോദിക്കും. അപ്പൊ തന്നെ ഷാ, അങ്കിൾ ആന്റി നിങ്ങൾക്കറിയാമോ, ഞാൻ ഒരുപാട് നേരമായിട്ട് ഇവിടെ റൂഫ് ടോപ്പിൽ നിൽക്കുവാണ്. ഇത്രയും നേരം അവൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. നിങ്ങളുടെ കോള് വന്നപ്പോ നിങ്ങളെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് അവളുടെ സങ്കടങ്ങളെല്ലാം ഉള്ളിൽ അടക്കി പിടിച്ച്
നിങ്ങളുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു എന്നറിയും. ഇത് കേൾക്കുമ്പോ ലിയോ വീണ്ടും ഷാ ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന പറയും. ഞാൻ എന്തിനാ മിണ്ടാണ്ടിരിക്കുന്നത്? നീ ഇങ്ങനെ സങ്കടങ്ങളെല്ലാം ഉള്ളിലടക്കി പിടിച്ചോണ്ടിരിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നിനക്ക് അത്രക്ക് സങ്കടം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നീ എന്റെ അടുത്ത് ഷെയർ ചെയ്യും, ഞാൻ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാന്ന് പറയും. അപ്പൊ തന്നെ അമ്മയും ശരിയാണ് ശരിയാണ്, ഷായുടെ അടുത്ത് നീ സങ്കടങ്ങളെല്ലാം തുറന്നു പറ, അതാ നിനക്ക് നല്ലതെന്ന് പറയും. എന്താ അമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്നലെ ഒരു ദിവസമല്ലേ നിങ്ങൾ ഈ ഷായിനെ കണ്ടുള്ളൂ, അപ്പൊ തന്നെ നിങ്ങൾക്ക് അത്രക്കും വിശ്വാസം ഈ ഷായില് വന്നോന്ന് ഇങ്ങനെ ചോദിക്കും. ആ നല്ല വിശ്വാസമുണ്ട്. ആ പയ്യന്റെ മുഖം നോക്കിയേ, എന്തൊരു ഭംഗിയാണ്, അവനെ നല്ല സത്യസന്ധനുമാണ്. നിനക്കിനി അവന്റെ അടുത്ത് കാര്യങ്ങൾ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്റെ അടുത്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യും, അല്ലാണ്ട് എല്ലാ സങ്കടവും ഉള്ളിലൊതുക്കി പിടിച്ച് നടക്കാണ്ടിരിക്കുക. നീ അങ്ങനെ നടന്നാലും ഞങ്ങൾക്ക് സങ്കടമല്ലേ വരുള്ളൂ, നീ അതെന്താണ് മനസ്സിലാക്കാത്തതെന്ന് ഇങ്ങനെ ചോദിക്കും. ശരിയമ്മ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി, എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ ആരോടെങ്കിലും ഷെയർ ചെയ്തോളാന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും ഉടനെ തന്നെ. ശരി ശരി, നീയേ ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം എന്റെ അടുത്താണോ അല്ലെങ്കിൽ നിന്റെ പാരന്റ്സിന്റെ അടുത്താണോ ഷെയർ ചെയ്യാൻ പോകുന്നത്? എന്തായാലും അതിന്റെ ആൻസർ എനിക്ക് ഇപ്പൊ തന്നെ അറിയണോന്ന് ഷായും പറയും. അല്ല, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, നീ എന്ത് കൈവശമാണ് എന്റെ പാരന്റ്സിന് കൊടുത്തത്? ഇത്രയ്ക്കും എന്റെ പാരന്റ്സ് നിന്നെ വിശ്വസിക്കാനും മാത്രം നീ എന്താ ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല, നിന്നെ ചുറ്റി എപ്പോഴും ഞാൻ അലേർട്ടായിട്ടിരിക്കണോന്ന് അവരെന്നെ ഫീൽ ചെയ്യിപ്പിച്ചു. പിന്നെ എന്റെ എല്ലാ ഡീറ്റെയിൽസും നിന്റെ പാരന്റ്സിന് അറിയാം, അതുകൊണ്ടാണ് എന്നെ അത്രയ്ക്കും വിശ്വസിക്കുന്നത്. എന്നെ ഇത്രയ്ക്കും വിശ്വസിക്കുന്ന ഒരാളുടെ മകൾക്ക് ഞാൻ കാരണം ഒരു പ്രോബ്ലവും ഉണ്ടാവാനായിട്ട് പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനും അലേർട്ടായിട്ടിരിക്കുന്നത്. സോ ഇപ്പൊ നീ പറ, നീയേ നിന്റെ സങ്കടങ്ങളെല്ലാം നിന്റെ പാരന്റ്സിന്റെ അടുത്താണോ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ എന്റെ അടുത്താണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇവൾക്കാണെങ്കിലാ എന്ത് പറയണോന്ന് അറിയാൻ പാടില്ലാണ്ട് മിണ്ടാണ്ടൊക്കെ നിൽക്കും. അപ്പൊ തന്നെ ഷായും ശരി ഞാനെന്നാ പോവാണ്, ഇനിയും നിന്നെ ആ പയ്യൻ ശല്യപ്പെടുത്തുവാണെങ്കിൽ നീ എന്റെ അടുത്ത് പറഞ്ഞാ മതി എന്ന് പറയും. ഏത് പയ്യന്റെ കാര്യമാണ് നീ പറയുന്നതെന്ന് ലിയോ ചോദിക്കും. ഇന്നലെ നൈറ്റ് നിന്റെ അടുത്ത് സംസാരിച്ചോണ്ടിരുന്നില്ലേ, ആ പയ്യന്റെ കാര്യമാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി എന്ന് പറയും. ആ ഓക്കെ എന്ന് ലിയോയും പറയും. അപ്പൊ തന്നെ ഷാ അവളുടെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി അവന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഒക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ പുള്ളിക്കാരി അകത്തേക്ക് വരുമ്പോ ഇവൾക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ കീഴിൽ ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫെയ് ഒരു കമന്റ് ഇടും. അവള് ഫേക്ക് ആണോ പ്ലാസ്റ്റിക് സർജറി ചെയ്തതാണോ അതൊന്നും ഇവിടെ വിഷയമല്ല, അവളെ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ, അപ്പോ അവള് ബ്യൂട്ടി തന്നെയാണെന്നും പറഞ്ഞിട്ട് നല്ലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ലിയോന് ഫെയ്യുടെ മേത്ത് വല്ലാത്തൊരു വിശ്വാസമൊക്കെ വരും. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവളൊരു ഫ്രണ്ട്സ് ബുക്ക് ഉണ്ടാക്കിയെടുക്കും. അതില് അവളെ പറ്റിയിട്ട് എന്റെ ഫസ്റ്റ് ഫ്രണ്ട് നീയാണെന്നും പറഞ്ഞിട്ട് ഫെയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ പോലെയൊക്കെ അതിലെഴുതും. അങ്ങനെ നേരെ ലിയോ ഫെയ്യിനെ കാണാനായിട്ട് വരും. സോറി, ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത കാര്യം ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ല, എന്റെ അടുത്ത് ക്ഷമിക്കില്ലേ നീനെ ചോദിക്കും. അപ്പൊ തന്നെ ഫെയ്യും എന്തോ നല്ലവളെ പോലെ, നീയാണ് എന്റെ അടുത്ത് ക്ഷമിക്കേണ്ടത്, ഞാൻ കാര്യമൊന്നും അറിയാണ്ട് ഞാനാണ് ഒരുപാട് തവണ ബ്യൂട്ടി എന്നും പറഞ്ഞ് മെൻഷൻ ചെയ്തത്, അതിലെനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, നീ എന്റെ അടുത്ത് ക്ഷമിക്കില്ലേ, നമ്മളിപ്പോഴും ഫ്രണ്ട്സ് തന്നെയല്ലേ നീനെ ചോദിക്കും. അതെ, നമ്മളിപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ്, എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും ഫസ്റ്റ് ഫ്രണ്ട് നീയാണെന്നും പറഞ്ഞിട്ട് ആ ഫ്രണ്ട്സ് ബുക്ക് എടുത്തിട്ട് ലിയോന്റെ കയ്യിലേക്ക് കൊടുക്കും. അവളും അത് വായിച്ചു നോക്കി. നീ എനിക്കൊരു ഫ്രണ്ട്സ് ബുക്ക് തന്നില്ലേ, അതില് ഞാൻ നിന്നെ പറ്റി ഒന്നും എഴുതിയിട്ടില്ല, എന്തായാലും അത് ഞാൻ ഫില്ല് ചെയ്ത് തരാന്ന് പറയും. അപ്പൊ തന്നെ ലിയോയും ഞാൻ എന്തായാലും റപ്പായിട്ടൊന്നും ഇനി ഇരിക്കുന്നില്ല, ഞാൻ ആ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാല് എന്റെ പഴയ ഫേസിനെ പറ്റി എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കും, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യുന്നത് എനിക്ക് അത്രക്കും കംഫർട്ടബിൾ ആവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മെഡിക്കൽ റെപ്പ് ആവുന്നില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം തന്നെ ആ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് പിന്മാറണം, ഞാൻ എന്തായാലും ഫ്രണ്ട്സിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഒരു പെറ്റീഷൻ എഴുതി ഇട്ടോളാം, പിന്നെ നീ ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കണ്ടെന്ന് പറയും. പിന്നെ ഒരു കാര്യവും കൂടി ഉണ്ട്, നീ നിന്റെ ഫേവറേറ്റ് പെർഫ്യൂം ഏതാണെന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു എന്ന് പറയും. ആ ഞാനിപ്പോ തന്നെ പറയാന്നും പറഞ്ഞ് ലിയോ അവളുടെ ബാഗിലേക്ക് കൈയിടും. പക്ഷെ ആ പെർഫ്യൂം അതിൽ കാണാനൊന്നുമില്ല. ആ പെർഫ്യൂം ഇപ്പോ ഉള്ളത് ബോയുടെ അടുത്താണല്ലോ, ഇപ്പോ അങ്ങനെ തന്നെ ബോയിനെ കാണിക്കാണ്. ബോയുടെ അടുത്തേക്ക് ഒരു പെൺകുട്ടി നടന്നു വരും, ബോയുടെ സിസ്റ്റർ ആണെന്ന് തോന്നുന്നു. ഒരു ടീഷർട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ചേട്ടാ ഞാൻ ഈ ടീഷർട്ട് എടുത്തോട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് നീ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ എടുത്തോണ്ട് പോകുന്നത്, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ, സെയിൽ ചെയ്യാനാണെങ്കിൽ നിനക്ക് നിന്റെ ക്ലോത്ത് എടുത്തോണ്ട് പോയാ പോരെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ എന്ത് ചെയ്യാനാണ് ചേട്ടാ, എന്റെ ഫാൻസ് എല്ലാം ബോയ്സ് ആണ്, അപ്പൊ പിന്നെ എന്റെ ഡ്രസ്സ് കൊണ്ടുപോയാല് ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ്
ഈ ഡ്രസ് ഉണ്ടല്ലോ അടിപൊളിയാണ്, ഞാൻ എന്തായാലും എടുക്കുവാണെന്നും പറഞ്ഞിട്ട് ആ ഡ്രസ്സും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടും. അതിനുശേഷം പുള്ളിക്കാരൻ കോളേജിലേക്ക് പോവാനായിട്ട് ബാഗ് പാക്ക് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഹീറോയിന്റെ പെർഫ്യൂം കാണുന്നത്. ഹീറോയിൻ ലാസ്റ്റ് നൈറ്റ് പറഞ്ഞിട്ടുണ്ടാവില്ലേ, നീ എന്നെ ഫോളോ ചെയ്ത് എന്റെ ജീവിതം നശിപ്പിക്കാൻ പോവാണോന്ന്. ആ കാര്യം പെട്ടെന്ന് ബോയ്ക്ക് ഓർമ്മ വരും. അങ്ങനെ ബാഗൊക്കെ എടുത്ത് കോളേജിലേക്ക് ഇറങ്ങും. ആ ടൈമിനാണ് ബോയുടെ സിസ്റ്റർ ഇൻസ്റ്റയില് ലൈവ് പോകുന്നത്. അതിലാണെങ്കിലോ അവളുടെ ഫാൻസിന്റെ അടുത്ത് നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ടാകും, അത് നിങ്ങൾക്ക് എന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് പുള്ളിക്കാരുടെ ഫാൻസിന്റെ അടുത്ത് ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ബോയ്ക്ക് ലിയോനെയാണ് ഓർമ്മ വരുന്നത്. സ്കൂൾ പഠിക്കുന്ന ടൈമിന് ലിയോന്റെ അടുത്ത് ചെന്ന് നിന്നെ പോലുള്ള പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള കാര്യത്തില് ഇൻട്രസ്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിക്കും. എന്താ, എന്നെ പോലുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തില് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ലേ, ഭംഗിയുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടുള്ളൂ എന്നും ചോദിച്ച് ലിയോ ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് നടക്കും. അപ്പൊ തന്നെ ബോയ് സ്റ്റോപ്പ് ചെയ്തിട്ട്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നിനക്ക് സങ്കടം വന്നെങ്കില് സോറി, ഞാൻ ഇത് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വണ്ടറായി പോയി, അതുകൊണ്ട് മാത്രം ചോദിച്ചതാണ്. എന്തായാലും അതൊക്കെ വിട്, നിനക്ക് എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ബോയ് ലിയോനെയും കൂട്ടി ഒരു പെർഫ്യൂം ഷോപ്പിലേക്കാണ് വരുന്നത്. ഇവൾക്ക് പെർഫ്യൂമിനെ പറ്റി ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തായാലും അവൾ അത് നോക്കിക്കോളൂന്ന് അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേളിന്റെ അടുത്ത് പറയും. അങ്ങനെ ലിയോയും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോ, നിനക്ക് ഇതില് എത്ര നാളായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്, നിനക്ക് പെർഫ്യൂമിനെ പറ്റി എല്ലാം അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കങ്ങനെ എല്ലാം ഒന്നും അറിയില്ല, ഞാൻ ഒരുപാട് നാളായിട്ട് ഇതിനെപ്പറ്റി റിസർച്ച് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നീ വേണം എനിക്കൊരു പെർഫ്യൂം കണ്ടുപിടിച്ച് തരാനെന്ന് പറയും. ഓക്കെ, ഞാൻ കണ്ടുപിടിച്ച് തരാം. അതിന്റെ സ്മെല്ല് എങ്ങനെയാണ്, ലൈറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഇത്തിരി ഡാർക്ക് ആയിട്ടാണോ, പിന്നെ ഫ്ലോറൽ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രൂട്ടിന്റെ ഫ്ലേവർ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതിപ്പോ എങ്ങനെയാ പറയുന്നത്, അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല, എന്നാലും ആ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നെങ്കിലും നിനക്ക് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ പറയാം, നല്ല കോൺഫിഡന്റുമാണ്, അതുമല്ലാണ്ട് നല്ല കഴിവുമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയും. അപ്പൊ തന്നെ പുള്ളിക്കാരി 2-3 ഫ്ലേവർ ഉള്ള പെർഫ്യൂം അവനായിട്ട് എടുത്തു കൊടുക്കും. ആ ഒരു പേഴ്സൺ നിനക്ക് അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ബോയും ഇത് കേട്ട് അതെ, എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഒരു പെർഫ്യൂം എടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കും. ഇവൻ ഇത്രയും നാള് അന്വേഷിച്ച് നടന്ന അതേ സ്മെല്ലാണെന്ന് അപ്പൊ അവന് മനസ്സിലാകും. അതൊക്കെ ഇപ്പോ ബോയ് ഓർത്തെടുക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് കോളേജിൽ കാണിക്കാണ്. ഹീറോയിനും ഫെയ്യൊക്കെ കൂടി നിൽക്കുമ്പോ മോ എന്ന് പേരുള്ള പയ്യൻ വരും. ഇന്നലെ നൈറ്റ് നീ ഒരുപാട് സങ്കടപ്പെട്ടു, ഇപ്പൊ നീ ഓക്കെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, ഞാൻ ഓക്കെയാണ്, എന്തായാലും ഞാൻ ആ റെപ്പ് എന്നുള്ള പൊസിഷനിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോവാണ്, പെറ്റീഷനും കൂടി ഫയൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, നീ ജസ്റ്റ് ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടം വരെ വന്നേന്ന് വീണ്ടും ആ മോ പറയും. അപ്പൊ തന്നെ ഫെയ്യും, അല്ല നീ എന്താണ് ഇവളുടെ അടുത്ത് മാത്രം സ്പെഷ്യൽ കെയർ എടുത്ത് സംസാരിക്കുന്നത്, ഞങ്ങൾ ആരെയും നീ കാണുന്നില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. അത് ഷാ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത്, എന്നാലും സ്പെഷ്യൽ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ലിയോന്റെ മേത്തുണ്ട്, അതുകൊണ്ടും കൂടിയിട്ടാണ് ഞാൻ വന്നേന്ന് പറയും. ഇവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം ബോയ് നല്ല രീതിക്ക് ശ്രദ്ധിക്കുന്നൊക്കെയുണ്ട്. ആ ടൈമിനാണ് ബോയുടെ അടുത്തേക്ക് ഹാൻ വരുന്നത്. ഇപ്പോ ഫെയ് ചെയ്യുന്നതെല്ലാം ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നില്ലേ, എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്, നിനക്കും അങ്ങനെ തോന്നിയതില് ഒരു തെറ്റും പറയാനായിട്ട് പറ്റില്ല എന്ന് പറയും. ബോയ് ആണെങ്കിലോ ഒരുമാതിരി അന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അല്ല ബോയ്, അറ്റ്ലീസ്റ്റ് എന്റെ പേരെന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ, എനിക്കറിയാന്ന് ബോയും പറയും. എന്റെ ദൈവമേ, എന്റെ പേരൊക്കെ നീ ഓർമ്മ വെച്ചിട്ടുണ്ടോ, എന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിന്ന് പറയും. അപ്പൊ തന്നെ ബോയും, നിനക്ക് മോനെ പറ്റി വല്ലതും അറിയാമോ, അവനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ഇങ്ങനെ ചോദിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്താല് എല്ലാവരും ലാബിൽ നിൽക്കുവാണ്. ലിയോന് വേണ്ടിയിട്ടുള്ള പെറ്റീഷനൊക്കെ തയ്യാറാക്കി എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്ത് നിന്നും സൈൻ ഒക്കെ വാങ്ങും. പക്ഷേ ബോയ് മാത്രം സൈൻ ചെയ്യില്ല. എല്ലാ സ്റ്റുഡൻസും പെറ്റീഷന് വേണ്ടിയിട്ട് ഒരുപോലെ നിന്ന് സൈൻ ഒക്കെ ചെയ്തു. പക്ഷെ ഒരാള് മാത്രം മാറി നിൽക്കുവാണെന്ന് ഫെയ് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് പറയും. അപ്പൊ തന്നെ ബോയും, അല്ല വലിയൊരു സ്പീച്ചൊക്കെ കൊടുത്ത് ലിയോനെ റെപ്പാക്കാനായിട്ട് നീ തന്നെ ശ്രമിച്ചു, ഇപ്പതേ അവളെ ആ സ്ഥാനത്ത് നിന്ന് പിടിച്ചു മാറ്റാനായിട്ട് നീ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാണല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എപ്പോഴും നിനക്ക് ഹോട്ട് ബോയ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പൊ നീ ഈ പെർഫോമൻസ് നടത്തുന്നത്, അതിനു വേണ്ടിയിട്ട് എന്റെ മുകളിൽ കുറ്റമെല്ലാം ആരോപിക്കുന്നു, നിനക്ക് എല്ലാവരുടെയും അറ്റൻഷൻ വേണം, അതിനു വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ബോയും, അത് നീയാണ് എല്ലാവരുടെയും അറ്റൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് എന്തും നീ ചെയ്യുമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിച്ചോണ്ടിരിക്കും. ആ ടൈമിന് കറക്റ്റ് ആയിട്ട് ഇവരുടെ മിസ്സും അകത്തേക്ക് കയറി വരും. നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്, ആദ്യത്തെ ലാബുമാണ്, ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്,
ഉണ്ടെന്നും പറഞ്ഞ് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. എല്ലാവരും ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കോട്ടിന്റെ ബട്ടൺസ് എല്ലാം തന്നെ ഇടണോന്നറിയും. എല്ലാവരും ഇവിടെ പറയുന്നത് പോലെ തന്നെ ചെയ്യും. അതിനുശേഷം ഈ ലാബിൽ വെച്ച് ഒരു ഫുഡും കഴിക്കാനായിട്ട് പാടില്ല, ഇതൊരു കെമിസ്ട്രി ലാബാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഫെയ്യാണെങ്കിൽ വായിലോട്ട് ഒരു ബബിൾ കോയിട്ട് ചവക്കാനായിട്ട് തുടങ്ങും. ഇത് മാർക്ക് കണ്ട് രസിച്ച് അവളുടെ ഫോട്ടോസ് ഇവളറിയാണ്ട് എടുത്തോണ്ടിരിക്കും. എന്തായാലും ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സി യു.